ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ നമുക്ക് ഇന്നൊരു ഈസി ആൻഡ് ടേസ്റ്റി ചിക്കൻ ചുക്ക റെസിപ്പി ഒന്ന് ട്രൈ ചെയ്താലോ? അപ്പോൾ ആദ്യം തന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചെടുക്കുക. ഇത് വൃത്തിയാക്കിയിരിക്കുന്ന ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കുക, മഞ്ഞൾപ്പൊടി ചേർക്കുക, ശേഷം മല്ലിപ്പൊടി ചേർക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് ഒരു കഷ്ണം പൂനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എന്നോട് ഗരം മസാല ചേർക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഗരം മസാല കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നീളത്തിൽ അരിഞ്ഞു വെച്ചതാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡാവുന്ന വരെ ഒന്ന് വറുത്ത് കോരിയെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ ചുക്കയ്ക്ക് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നൊരു കാര്യം. അപ്പോൾ ഇതാ നമ്മുടെ സവാളയൊക്കെ നല്ല രീതിയിൽ ബ്രൗൺ ഷെയ്ഡായി മാറി വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് വറുത്ത് കോരി നമ്മുടെ ചിക്കനിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ സവാളയും ഞാൻ കോരിയെടുക്കുന്നുണ്ട്. കുറച്ച് സവാള ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ചിക്കൻ വെന്തതിന് ശേഷം അതിൽ ചേർത്ത് കൊടുക്കാനാണ്. അപ്പോൾ അത് വെന്തതിന് ശേഷം ചേർക്കുമ്പോൾ അതിങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാൻ കിട്ടും. അത് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി ഒരു വലിയൊരു പഴുത്ത തക്കാളി എടുക്കുന്നുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ചിലർ ചേർക്കുന്നത് കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ ചേർക്കാറുണ്ട്. ഇനി കുറച്ച് മല്ലിച്ചപ്പ് കൂടെ ചേർക്കുകയാണ്. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ കൈവച്ച് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്ത് മാറ്റി വെക്കണം. ഇനി നമ്മുടെ അതേ പാനിൽ തന്നെയാണ് ഈ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഞാനിപ്പോൾ മാറ്റി വെക്കുകയാണ്. ഇനി ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാ ഞാൻ ചിക്കനെല്ലാം കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേ വെളിച്ചെണ്ണയിലേക്ക്. ഇനി വെള്ളം ചേർക്കണം എന്നില്ല, ചില ചിക്കന് വെള്ളം വേണ്ടി വരില്ല. അപ്പോൾ ആ സമയം ചിലതിന് വേണ്ടി വരും. ആ സമയത്ത് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ എനിക്ക് ചിക്കന് വെള്ളം ഇല്ലാത്ത പോലെ തോന്നി, അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് ഇങ്ങനെ അടി തൊട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കണം, കാരണം അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇളക്കി നമ്മുടെ ചിക്കൻ ഇതാ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇതിൽ മാറ്റി വെച്ച സവാളയും കുറച്ച് മല്ലിച്ചപ്പ് കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഇതാ ചിക്കനൊക്കെ വെന്ത് വരുന്നുണ്ട്. ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചുകൊണ്ട് കുറച്ച് വെള്ളം നിന്നിരുന്നു. അപ്പോൾ അതൊക്കെ വറ്റി നമ്മുടെ ചിക്കൻ ചുക്ക സെറ്റായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.